മക്കളെ ദിവ്യ എവിടെ പോയി? ആരോടെ ചോദിക്കുന്നത്? ആകാശം ഇടിഞ്ഞ് വീഴുന്ന ഇവളറിയും. മാമ എന്താണ് മാമൻ തന്നെത്താനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടേ. എന്ത് ഒന്നുമില്ല ചുമ്മാ തമാ. ഞാൻ അതുകളാ. നീ രാവിലെ എവിടെ പോയത്? ഞാനേ കുറച്ച് സാധനങ്ങൾ വാങ്ങി, കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയത്. എന്തൊരു സാധനം ഇവിടെ? അത് സർപ്രൈസ് ആണ്. സർപ്രൈസാ? ഇടേ, ലോല ഹൃദയനായി എനിക്ക് സർപ്രൈസ് താങ്ങാനുള്ള ശക്തിയൊന്നുമില്ല. നീ എന്താണെന്ന് എൻ്റെ അടുത്ത് പറ, ഞാൻ ആരോടെയും പറയൂല. പറ. മാമ ആരും പറയില്ലല്ലോ? ഇല്ലടേ. അതെ, ഉറപ്പാണല്ലോ? ഉറപ്പ്. മാമന് ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമായിട്ട് ബാങ്കിൽ ജോലിക്ക് പോയ ദിവസം? കൊണ്ടാന്നാ? എടാ, അന്നല്ലേ രാമൻ സ്കൂളിൽ ഏതോ കുട്ടിയുടെ ചോറ് മോട്ടിച്ച് തിന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ സ്കൂളിൽ വിളിപ്പിച്ചത്. ഞാനും നീയും കൂടെ ഒത്തല്ലേ ജനിച്ചം വരെ പോയത്. നീ ബാങ്കിലും പോയി, ഞാൻ സ്കൂളിലും പോയി. മാമന്റെ ഓർമ്മ ഭയങ്കര തന്നെ. എന്നാ ആ ദിവസമാണ് ഇന്ന്. 26 വർഷമായി. മാമ, നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കി കഴിച്ചാൽ അങ്ങനെ ഇരിക്കും. വേണം. അതിനുള്ള സാധനം വാങ്ങിക്കാനാണ് ഞാൻ പോയത്. ഞാനേ ഇത് മണിക്കുട്ടിയെ കൊടുത്തിട്ട് വരാം. മോളെ, അമ്മ എവിടെടി? അമ്മ അവിടെ അകത്ത് കാണിച്ചു. ശരി മക്കളെ, ഓ അച്ഛൻ വരുമ്പോഴേ ഈ കാലൊക്കെ താത്തിട്ടൊന്ന് എണീറ്റൊക്കെ നിക്കണ്ട മക്കളെ. എന്തിനു ബഹുമാനം കൂടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം എണീക്കേണ്ടി വരും? അപ്പു അങ്ങനെ പറഞ്ഞതല്ല. എങ്കിലും കാലൊക്കെ താത്തിട്ട് അച്ഛനല്ലേ ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? അപ്പു, ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ആചാരങ്ങളാണ്. ഈ ബഹുമാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, പുറമേ കാണിക്കാനുള്ളതല്ല ഇതൊന്നും. എന്തോന്ന് മാമ? എന്തോന്ന് മക്കളെ? അച്ഛാ, ഈ അപ്പു പറയണ കേട്ടാ, അച്ഛനെ കാണുമ്പോ ഞാൻ എഴുന്നേറ്റ് നിക്കണോന്ന്, ബഹുമാനിക്കണോന്ന്. എന്തോന്ന് മാമ ഇത്? അതെ, ഈ അച്ഛനെ അമ്മയൊക്കെ കാണുമ്പോ ചാടി എഴുന്നേക്കുന്ന ആ കാലമൊക്കെ പോയി. ഇപ്പൊ അച്ഛനും മക്കളും എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ആണ്. എന്റെ മക്കള് അങ്ങനെയാണ്. ശരിയേ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഫേമസ് ആയിട്ടുള്ള ഏത് സ്ഥലം പറഞ്ഞാലും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാ എങ്ങോട്ട് പോകും? പിന്നെ എടി, ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുള്ളതാ. ഞങ്ങൾ പോയിട്ടില്ലല്ലോ. മണകുണാലി, നൈനിത്താള്, ഗുരുദാസ്പൂര്, അവിടെ ഇവിടെ. എനിക്ക് അതിനകത്ത് ഒരു താല്പര്യമില്ല. ആ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റായതിനു ശേഷമേ ആരെങ്കിലും അടുത്ത് പറയാവൂ. ചെവിക്ക് ചെവി അറിഞ്ഞുണ്ടല്ലോ, പ്ലാനൊക്കെ കുളവും നടക്കൂല. അപ്പൊ പറ, എങ്ങോട്ട് പോകുന്നു? അല്ല, എന്തിനാ നമ്മൾ കേരളം വിട്ടു പോകുന്നത്? കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലെ കാണാൻ. കേരളത്തില് കാണാത്ത ഏത് സ്ഥലമുണ്ട്? ചെടി, അത് നമ്മള് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോയി നോക്ക്. അവിടെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാപ്പാടാ? കാപ്പാടൊന്നുമല്ല, പിന്നെ കക്കടാംപൊയിൽ. അവിടെ എന്തുണ്ട്? അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കാലാവസ്ഥയല്ലേ. പിന്നെ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ നമ്മളൊക്കെ വൈകിട്ടൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് ഇടുങ്ങും. ആണല്ലേ? അതുപോലെ നമ്മള് ഒരു വൈകിട്ട് ഒരു 3-3:30, ഒരു 4-4:30, ഒരു 5-5:30, അവിടെ നിർത്തിക്കോ. 5-5:30 മണിക്കൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്തോന്ന്? കോടമഞ്ഞ് നമ്മുടെ മുമ്പിൽ കൂടി സ്ലോ മോഷൻ. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റില്ല. അടിപൊളിയല്ലേ? അതുമല്ല, പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഒറ്റയ്ക്കൊക്കെ ഈ നാട്ടുവഴിയിലൂടെ ഒക്കെ നടന്നു പോകുമല്ലോ. അപ്പോഴ് ചുമ്മാ ഒരു പുലി ചാടി ഇങ്ങോട്ട് വന്ന് ചാടി പുലി. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട് കടുവ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോ കടുവ റോഡിന്റെ സൈഡിൽ നിന്ന് ചാടി പോകും. എന്തോന്ന് പറയുന്നത്? ഇതൊന്ന് വന്യമൃഗ സങ്കേതോ? വന്യമൃഗമല്ല, കാട്ടി വളരുന്ന മൃഗങ്ങളാ. കാട്ടി വളർന്ന മൃഗങ്ങളല്ലേ വന്യമൃഗം എന്ന് പറയുന്നത്? അതിനെ അങ്ങനെ വന്യമൃഗം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ കാട്ടുപോത്ത് വരും എതിരെ. കാട്ടുപോത്ത് എതിരെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഒന്ന് മണത്തിട്ട് അങ്ങ് പോകും. ഒന്നും ചെയ്യത്തില്ല. അടിപൊളിയല്ലേ? കേട്ടപ്പോ തന്നെ ഒരു സുഖം ഉണ്ട് കേട്ടോ. ഈ കൂടരാൻപോയിൽ കക്കടാൻപോയിൽ പേര് കേൾക്കുമ്പോ തന്നെ ഒരു കുളിർമയുണ്ട്. ഭയങ്കര തണുപ്പല്ലേ. ഇടി, ഞാൻ പണ്ട് കറവ പിടിക്കാൻ പോയ അറിയാവോ? അച്ഛൻ പറഞ്ഞിട്ട് അത് ഈ സ്ഥലത്തായിരുന്നു, കക്കടാൻപോയില്.
ആണോ? കക്കടാമ്പൊയില് പണ്ട് നമ്മൾ കോഴിക്കോട് പോയി എന്നല്ലേ പറയണേ. എനിക്ക് ഈ സ്ഥലത്തിന്റെ പേര് രജിസ്റ്റർ ആയിട്ടില്ല. അന്ന് കക്കടാമ്പൊയിൽ ഒരു ബേബിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ബേബിച്ചേട്ടന് ഫാം ഉണ്ട്, പശുവിന്റെ ഫാം. ഓ അവിടെ കറവടിക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് ഡേ തന്നെ ഒരു ജെഴ്സി പശു ഉണ്ടായിരുന്നു. നീ എന്റെ ഈ ഭാഗത്തൊരു ചെറിയ പാട് കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ട്. അത് ആദ്യത്തെ ദിവസം ഞാൻ കറവ പിടിക്കാൻ വേണ്ടി അകിടെ കയറി പിടിക്കാനും ജെഴ്സി പശു ഒറ്റത്തുള്ളി അയ്യോ അതാണല്ലേ അന്ന്. എന്തുവാടി എന്തുവാണ് നോക്കി നടക്കണ്ടായ മോളെ. നോക്കി നടക്കണ്ടേ? എന്തോന്ന് മാമ വഴി നടയിലാണ് കാല് നീട്ടി വെച്ചോണ്ടിരിക്കുന്നത്. മാനത്ത് നോക്കി നടക്ക. വെറുതെ അല്ല, കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നില ഒന്നും തോന്നുന്നുണ്ട്. അങ്ങനെ പോലെ സോറി പറ മാമന്റെ അടുത്ത്. എന്തോ സോറി പറയേ? ഞാനാണ് വീണത്, മാമ വേണേ എന്റെ അടുത്ത് സോറി പറയേ. തൊട്ട് തലേ വെക്ക്. എന്തോന്ന് തൊട്ട് തലേ വെക്കാൻ? തൊട്ട് തലേ വെക്കാൻ എന്തോ ഹിമാലയത്തിലെ മഹർഷിയാ? മുതിർന്നവരെ ചവിട്ടി കഴിഞ്ഞാൽ തൊട്ട് തലേ വെക്കണം എന്നറിഞ്ഞൂടെ? ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മുതുകും എന്റെ കാലുമാണ് പോയത്. എനിക്ക് തൊട്ട് തലേ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഒതുങ്ങിയിരിക്കണം മാമ. എന്ത് അഹങ്കാരമാണ് പെണ്ണിന്. എന്തോന്ന് പറഞ്ഞിട്ട് പോയത്? അതൊക്കെ പോട്ടെ, അതിങ്ങനെ പോട്ടെ. അത് പോട്ടെ മകളെ. ഞാൻ എവിടാ പറഞ്ഞു നിർത്തിയത്? ജെഴ്സി പശുവിന്റെ തൊഴി. ഇത് കേക്ക്. അത് വിട്. ജെഴ്സി പശുവിന്റെ തൊഴി അല്ലയോ ഞാൻ അവസാനം പറഞ്ഞതല്ലേ? തൊഴി അവിടെ നിക്കട്ടെ. അവള് പറഞ്ഞു ചേട്ടൻ കേട്ടില്ലേ? അത് വിടടി, അതെങ്ങനെ വിടാൻ പറ്റും? മുതിർന്നവരെ ബഹുമാനിക്കണം എന്നാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ മക്കൾക്ക് അതല്ലേ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്? എനിക്കത് പ്രശ്നമല്ല, നീ വിട. എനിക്ക് പ്രശ്നമുണ്ട്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ പഠിപ്പിച്ചിട്ടേ വരുന്നുള്ളൂ. ചേട്ടോടെ എനിക്ക് ഞാൻ ഇത് ശരിയാക്കിട്ട് വരാം. എനിക്കടി എന്ത് എനിക്കെന്നെ പറഞ്ഞേ? എന്തമ്മ നീ താഴെ എന്താ പറഞ്ഞിട്ട് വന്നേ? ഓ അതായിരുന്നാ? ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? വരുന്ന വഴിക്ക് കാല് നീട്ടി വെച്ചിട്ട് ഞാനല്ലേ മറിഞ്ഞടിച്ചൊന്ന് വീണത്. വയസ്സിന് മൂത്തവരെ ചവിട്ടി കഴിഞ്ഞാൽ തൊട്ട് തൊഴണം, സോറി പറയണമെന്ന് ഏത് പ്രായത്തിൽ പറഞ്ഞത് നിനക്ക് ഞാൻ? തൊട്ടു തൊഴാനും സോറി പറയാനും ഞാൻ മനഃപൂർവ്വം ചെയ്തെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ അറിഞ്ഞോണ്ടൊന്നല്ല ചെയ്തത്. ഓഹോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അറിയാതെ ചെയ്ത നീ സോറി പറയത്തില്ല? ഇല്ല, പറയത്തില്ല. പിന്നെ വേറെ എന്തോ പറഞ്ഞത്? മഹർഷി മാറാണെങ്കിൽ നീ തൊട്ട് തൊഴുന്നത്. നീ മഹർഷിയെ തൊട്ട് തൊഴില്ല. വീട്ടിലുള്ളവരെ ബഹുമാനിക്കാൻ നിനക്ക് പറ്റൂല. മഹർഷിയെ തൊട്ട് തൊഴു. ഇത് അത്ര മഹർഷിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ വന്നിച്ച് ഇങ്ങനെ തൊട്ട് തൊഴാനും. നിന്നെയൊക്കെ എടുത്ത് വളർത്തി നിന്റെ സ്വന്തം മാവിനെ നിനക്ക് മഹർഷിയെ പോലെ പോലും കാണാൻ പറ്റില്ല. എന്താ തോന്നില്ലേ? എന്തിനാ എന്നെ അടിക്കുന്നേ? നിനക്ക് ആരും ബഹുമാനിക്കാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ ബഹുമാനിക്കില്ല. ബഹുമാനം തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യുള്ളൂ. ഓഹോ, അത്രേ ഉള്ളൂ. ബഹുമാനിക്കുള്ളൂ അല്ലേ? എന്നെ നീ തിരിച്ചടി, നിന്നെ അടിച്ചതിന് പകരമായിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. 1/2 മണിക്കൂർ ഞാൻ സമയം തരാം. അതിനുള്ളിൽ പോയി മാമന്റെ അടുത്ത് സോറി പറഞ്ഞ് മാമന്റെ കാല് വീണ് നമസ്കരിക്കണം. കേട്ടല്ലോ? ഈ വീട്ടിൽ ജീവിക്കണമെങ്കിലേ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതൊരു കഷ്ടമാണ്. ഒരു കാര്യം ലോഡാവൂല. ഇനി ഫോണിന്റെ കുഴപ്പമാണോ അതോ റേഞ്ച് ആണോ? അയ്യോ, നെറ്റ് ഓൺ ചെയ്തില്ല. എന്തൊരു മണ്ടത്തരം. വന്ന് മണ്ടത്തരം കൂടി വരികയാണ് എനിക്ക്. മകളെ, അമ്മ പായസം ഉണ്ടാക്കിയാ? അറിയില്ല. അറിയില്ലേ? മോൾ അടുക്കളയിലോട്ട് പോയില്ലേ? അത് പോയില്ല. മക്കളെ എന്ത് കരയണം? എന്തിന്? റിങ്കി, എന്ത് കാര്യം പറ. അമ്മ എന്നെ ഒരുപാട് തല്ലി വെച്ച. അമ്മ തല്ലി? എന്തിന്? ഞാൻ വരുന്ന വഴിക്ക് മാമൻ കാല് നീട്ടി വെച്ചോണ്ടിരുന്നു. ഞാൻ അറിയാതെ അത് തട്ടി വീണപ്പോ എന്റെ പുറമാണ് ഇടിച്ച് വീണത്. അയ്യോ. എന്നിട്ട് ഞാൻ മാമനോട് മാപ്പ് പറയണം, കാല് തൊട്ട് തൊഴണം എന്നൊക്കെയാ പറയണേ. അത് പിന്നെ നടക്കണ വഴിയിൽ കാല് നീട്ടി വെച്ചാ കാല് നീട്ടി വീഴില്ലേ? മാപ്പ് പറയണതാ? കാല് പിടിക്കണോ? എന്തിന്? 1/2 മണിക്കൂറിനുള്ളിൽ മാപ്പ് പറയണം. അതുപോലെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഓ, അത്ര ആങ്കരം അവൾക്ക്. എന്റെ മോൾ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണം ഞാൻ തീരുമാനിക്കും, അവളല്ല. മാപ്പ് പറയണം. മോള് ഒരു മാപ്പ് ഒന്നും പറയണ്ട. അതെ, നീ വന്നേ, ഞാൻ ചോദിക്കട്ടെ. നീ വാ. അടിച്ചിരിക്കുന്നവള്. അച്ഛനും മോളും ഒന്നായി, നമ്മൾ പഴഞ്ചനായി. ആവശ്യമില്ലാതെ മോളെ ഞാൻ സംസാരിക്കാൻ പോയത്. അല്ല മാമ, അങ്ങനെയൊന്നും വിചാരിക്കില്ല. അങ്ങ് ക്ഷമിച്ചേക്ക്. അവൾ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. എന്തോന്നോ പറ്റിപ്പോയതല്ലേ. പ്രായത്തിന്റെ ഇതായിരിക്കും. പക്ഷെ ഈ പ്രായത്തിന്റെ അഹങ്കാരം ഇനി അവൾ ആരടുത്തും കാണിക്കാതിരിക്കാനേ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട്. മണി, നീ എന്തിനാ ഇവിടെ അടിച്ചത്? എന്തിനാണ് നമ്മളോട് തന്നെ ചോദിക്കും? അതെനിക്കറിയാം. അതെ, ഈ ആൾക്കാർ നടക്കണ വഴിയിൽ കാല് നീട്ടിയാൽ ചിലപ്പോ കാലിൽ കൊണ്ടുവന്നിരിക്കും. അതിന് മക്കളെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കും. അവൾക്ക് എന്ത് വേദന എടുത്തു തരുമ്പോ? എന്ത് വേദന എടുത്ത്? അഹങ്കാരം കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ അടി കൊടുക്കും, ഇനിയും കൊടുക്കും. എന്തോന്ന്? കാല് നീട്ടിയിരുന്ന മുതിർന്നവരാണെങ്കിൽ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് പോണം. അതാണ് നമ്മുടെ സംസ്കാരം. ഇത് അവൾ അറിഞ്ഞോണ്ടൊന്നുമില്ല, അറിയാതെ പോയപ്പോ ഒന്ന് കാല് തട്ടി. അതുകൊണ്ട് ഉടനെ തന്നെ മാപ്പ് പറയണം, കാല് പിടിക്കണം. എന്തോന്നത്?
എന്തോന്നത് എന്റെ കൊച്ചിനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പറഞ്ഞു വിലക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക്. പറഞ്ഞു വിലക്കണേ, തലങ്ങ് വിലങ്ങ് അടിക്കല്ലേ. ആ ചില സമയത്ത് അഹങ്കാരം കാണിച്ച് തലങ്ങും വിലങ്ങും കൊടുത്താലേ നന്നാവുള്ളൂ. നീ അടിക്കും, പിന്നെ പട്ടാള ചിട്ട നമ്മൾ അടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കയറി അടിക്കും. നാട്ടുകാരൊന്നും എന്റെ കൊച്ചിനെ അടിക്കുക, നീ നിന്നാ മതി. മോളെ വിഷമിക്കാതെ. ഓ മോളെ വിഷമം. പട്ടാള ചിട്ട അത് പരിപാടി, പിന്നെ ഇതല്ലേ, ക്യാമ്പല്ലേ. മക്കളെ തെറ്റ് ചെയ്താൽ അടിച്ചു തന്നെ വളർത്തണം. അതാണ് ഞാൻ നീ പഠിച്ചത്. കൂടുതൽ ഒന്നും അടിക്കാനൊന്നും നിൽക്കണ്ട, അത് അവള് ശരിയായിക്കോളും. എന്റെ മോളെ ഞാനല്ലാതെ പിന്നെ ആര് പറഞ്ഞു? നിന്റെ മോള് എനിക്കറിയാം പറഞ്ഞേക്കാൻ. നീ കുറച്ച് ഒതുങ്ങി കേട്ടാ മണി. ഓ ഞാൻ ഒതുങ്ങി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പെമ്പിള്ളേർ എന്ത് കഴിക്കും മുടങ്ങി ആ പോകണം. പെമ്പിള്ളാരും ഒരു കുഴപ്പമില്ല, അവൾ ഇവിടെ കാര്യമായിട്ട് തന്നെ നടക്കുന്നത്. ഒന്ന് അവധി പറ്റിപ്പോയെന്ന് പറഞ്ഞ് പിന്നെ അതിൽ പിടിച്ചോ കൊണ്ടാണ്. അവള് ചെയ്തത് തെറ്റല്ല, അവളെ പറഞ്ഞു വിലക്ക് ഞാനാണ് തെറ്റുകാരി അല്ലേ? അതല്ലേ പറഞ്ഞു വന്നത്. എനിക്ക് നീ മനസ്സിലായി. തെറ്റാരില്ല, നീ ഇങ്ങനെ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. കൊച്ചിനെ ഇത്ര ഉള്ള ഒരു കൊച്ചിനെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് കണ്ടില്ലേ അവള് ന്യായം പറയുന്നു. ഓ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ അതനുസരിച്ച് പോയാൽ മതി. ഇത്ര നാൾ എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് പോയാൽ മതി. അതുപോലെ അവൾ ഇവിടെ നിന്നോളൂ. മനസ്സിലായോ? മനസ്സിലായി, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഇനി അവളുടെ എന്ത് കാര്യം വന്നാലും ഞാൻ ഇടപെടത്തില്ല. പിന്നെ നീ ഇടപെട്ടില്ലെങ്കിൽ അവളുടെ കാര്യമൊന്നും നടക്കില്ലല്ലോ. നീ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്, സൗകര്യം ഉണ്ടാവും. തള്ള ചത്തുപോയിന്നെങ്കിൽ വിചാരിച്ച എല്ലാരും പൊക്കോ. ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കണം, അല്ലാതെ അതിന്റെ അപ്പുറത്തൊരു തർക്കുത്തരം പറയല്ലേ വേണ്ടത്. ഇനി അവളുടെ കാര്യത്തിൽ ഒന്നും നീ ഇടപെടണ്ട. എന്താ മകളെ ഒരു വിഷമം പോലെ? ഒന്നുമില്ല ഏട്ടാ. പിന്നെ നീ കരയുന്നത്? ഒന്നുമില്ല. അല്ല അതിപ്പോ ഞാൻ മുഖാന്തരമാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ഓവർ റിയാക്ട് ചെയ്താണ് പ്രശ്നം. അവളെ പോയി ഒരുപാട് അടിക്കുകയൊന്നും ചെയ്യേണ്ടിരുന്നില്ല. എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. എടി അതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലെന്നേ. മക്കളാവുമ്പം തള്ളമാരെ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും, അതിനകത്തൊന്നും കാര്യമില്ല. ഞാനതേ അളിയനോട് സംസാരിച്ച് ശരിയാക്കാം. മണിക്കുട്ടൻ ചേട്ടാ ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി അതങ്ങ് തീരും. പക്ഷെ മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ലെവലിലേക്കും. ഇടപെടണ്ട, ഞങ്ങൾ സോൾവ് ആക്കിക്കോളാം. അപ്പം നിങ്ങൾ സോൾവ് ചെയ്തല്ലോ. സോൾവ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ സോൾവ് ആക്കിക്കോളാം. സോൾവ് ആക്കണം. അതെ ഇങ്ങോട്ട് നോക്കി നീ. മാമൻ പറഞ്ഞേ ഇന്നിവിടെ എന്തോ ആഘോഷമുണ്ട്, സർപ്രൈസ് ഉണ്ട്, പായസം ഉണ്ടെന്നൊക്കെ. എന്താ കാര്യം? രവിയേട്ടൻ സർവീസ് കയറിയിട്ട് 26ാമത്തെ വർഷമാണ്. അതിൻ്റെ ആണോ? അപ്പോൾ പായസം ഉണ്ടാക്കുകയാണോ നീ? ഞാനും കൂടാ, നിനക്കൊരു സന്തോഷമായിട്ട്. എന്താ ഞാൻ കൂടുന്നത് എനിക്ക് സന്തോഷമായി. സന്തോഷമായി, കുഴപ്പമില്ല. നീ എന്നെ ചേറപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പറയണ്ട. കുടിക്കും. അവരെ വിളിച്ചില്ലേ? അളിയനെ 3-4 തവണ വിളിച്ചെന്ന്. റിങ്കിയെ വിളിച്ചു, ആരെയും കാണുന്നില്ല. അളിയോ വന്നു എത്തി. റിങ്കി എവിടെ? ഞാൻ അവളെ വിളിച്ചായിരുന്നു, അളി ഇതുവരെ കാണുന്നില്ല. റിങ്കി മോളെ വന്നേ. വാ മക്കളെ, ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിരി. ഇനി വാ. മാമോ എവിടെ പോയി കിടക്കുന്ന? വരണടാ. വാ പിടി. മാമാ പായസം ഒരു പിടി പിടിക്കല്ലേ? ഓ ടച്ചിങ്സ് വല്ലതും വേണോ? എന്നാടി കുടിക്കാൻ ആക്കോട്ടെ. അളിയനും പിടി. നിനക്കെന്താ വേണം? മണിക്കൂട്ടാ, സത്യത്തിൽ ഇതൊരു സർപ്രൈസ് ആയിട്ട് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാരും അറിഞ്ഞു. ഇതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ. മാമാ 26 വർഷമായി ഇന്ന് ഞാൻ ജോലി കയറി. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അതൊരു വലിയ കാര്യം തന്നെ അളിയ, വലിയ കാര്യം തന്നെ. അതിനകത്തൊരു സംശയമില്ല. മണിക്കുട്ടാ, ഇവന്റെ കുടുംബം ഒക്കെ ദാരിദ്ര്യത്തിന്റെ അങ്ങ് അറ്റമായിരുന്നു. വീട് വരെ ജപ്തി നോട്ടീസ് എത്തി. ആ സമയത്താണ് ദൈവമായിട്ട് ഇവനൊരു ജോലി കിട്ടിയത്. നോക്ക്, അതെങ്ങനറിയാം, അന്ന് മണ്ണെണ്ണയ്ക്ക് 2 രൂപയായിരുന്നു. അതുപോലും വായിക്കാൻ നിവർത്തിയില്ലാതെ തൂട്ടുവട്ടത്തിലിരുന്നാണ് ഇവൻ പഠിച്ച് പാസ്സായി പരീക്ഷ. ആലോചിച്ച് നോക്ക്. അതൊക്കെ ഒരു കഥ എന്തോന്നു. അല്ല അത് കഥ കേട്ടളിയ. എന്തോന്ന് കഥ? ദാരിദ്ര്യത്തിൽ നിന്ന് പഠിച്ച് അത്രേ ഉള്ളൂ മണിക്കൂട്ട. അല്ല അതിനകത്തൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ പഠിച്ച വന്നവരാ വലിയവരായവരോ.
ഓർക്കുമ്പോ രസമാണ്. ആ. ഉഫ്, അന്നേ ആ. ഈ സ്കൂളിലോട്ട് 3-4 കിലോമീറ്റർ നടന്നു വേണം പോകാൻ. ആ. നമുക്കാണെങ്കിൽ വള്ളി ചെരുപ്പാണുള്ളത്. ആ. ഈ ചെരുപ്പ് തേഞ്ഞിട്ട് ഓട്ട വീഴും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, ആ. ഇതിന്റെ അടിയിൽ പാള വെച്ച് ഒട്ടിക്കും. അന്നത്തെ എന്നിട്ട് നടക്കും. ടെക്നോളജി വേറെ ഇല്ലല്ലോ. അയ്യോ, അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് കഞ്ഞി തരൂലേ, ആ. കഞ്ഞി വെള്ളം ഞാൻ മൊത്തം കുടിക്കും. എന്നിട്ട് ആ വറ്റ് വീട്ടിൽ കൊണ്ടുപോകും. പട്ടിണിയല്ലേ. ഊഹ്, ഒന്നും പറയണ്ട. മണിക്കൊണ്ടറിയാമോ, ഒരു ജോഡി ഡ്രസ്സ് ഞാൻ 2-3 വർഷം 2-3 ക്ലാസ്സിൽ ഉപയോഗിച്ചു. 3 വർഷം ഉപയോഗിച്ചു. ഊഹ്, എന്തോന്ന് പറയാൻ. പിന്നെ ഇല്ലായ്മയുടെ ഒരു കോംപ്ലക്സ് നമുക്കുണ്ട്. എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ വലിയ പണക്കാരൻ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട്. അവരെ കാണുമ്പം സത്യത്തിൽ സങ്കടം വരും. സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം, കഞ്ഞി കുടിച്ചിട്ട് വേണ്ട കാര്യം. ആ കഞ്ഞിയാണെങ്കിലോ നമുക്ക് തികയോ, 1-2 തവിയെ തരുവുള്ളൂ. പിന്നെ കിട്ടും. നമ്മൾ വിളമ്പാൻ നിൽക്കണം. നമ്മൾ വിളമ്പാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കഞ്ഞി വയറ് നിറച്ച് കുടിച്ചതിന് ശേഷം പാത്രത്തിൽ ബാക്കി വീട്ടിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിളമ്പാൻ. അതിന് തന്നെ അവിടെ തിക്കും തിരക്കൊക്കെയാണ്. പിന്നെ ഈ കഞ്ഞി കുടിച്ചിട്ട് പിള്ളേരെല്ലാം കൂടെ അവിടെ ഗ്രൗണ്ടിൽ പോയി അങ്ങനെ കളിക്കും. നമ്മുടെ സ്കൂളിന് അടുത്തായിട്ട് ഒരു പെട്ടിക്കടയുണ്ട്. അവിടെ ഈ സിപ്പപ്പ് കിട്ടും. 25 പൈസയേ ഉള്ളൂ. ഈ സിപ്പപ്പ് വാങ്ങിച്ച് എല്ലാവരും ഇങ്ങനെ കുടിക്കുവേ. എനിക്കാണെങ്കിൽ കൊതിയാണ് അതിൻ്റെ പച്ചയും മഞ്ഞയും കളറൊക്കെ കാണുമ്പം. ഈ കഞ്ഞി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നേരെ ആ കടയുടെ അടുത്ത് പോയി പയ്യെ നിൽക്കും. വാങ്ങിച്ചു കുടിക്കാൻ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പം ആരെങ്കിലുമൊക്കെ കൂടെ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വാങ്ങിച്ചൊക്കെ ഉള്ളതെന്ന് വിചാരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം വിശ്വംഭരൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കണം അവൻ വരുന്നു. ഞാൻ ഇങ്ങനെ നിൽക്കുകയല്ലേ, ഞാൻ എടേ വിശ ആ അപ്പോൾ നീ സിപ്പപ്പ് വാങ്ങിക്കണ അവൻ സിപ്പപ്പ് വാങ്ങിച്ച്. അവനറിയാം എനിക്ക് ദാരിദ്ര്യമാണെന്ന്. അപ്പോൾ എനിക്ക് സിപ്പപ്പ് തന്നു. അതിങ്ങനെ പൊളിച്ചിട്ട് പകുതി തന്നെ. ഞാൻ അതിങ്ങനെ വായിട്ട് നല്ല ടേസ്റ്റ്, മുന്തിരിങ്ങയുടെ ടേസ്റ്റ് നുണഞ്ഞിങ്ങനെ ഇറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്നൊരു വിളി. ഉഫ്, ഓർക്കണ്, രവിയണ്ണാന്നൊരു വിളി. ആര്? ചിന്നു. ചിന്നു ആണെങ്കിൽ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവള് വിളിച്ചെന്തിനെന്ന് പറഞ്ഞാൽ ഇവൾക്ക് സിപ്പപ്പ് വേണം. പക്ഷെ എൻ്റെ പൈസ ഉണ്ടാ മണിക്കൂട്ട. ഞാനാണെങ്കിൽ ഇത് വാരി വിട്ടുപോയി. എന്ത് ചെയ്യും? ഞാൻ അവളുടെ അണ്ണനല്ലേ, വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടോ? അപ്പൊ അവള് പറയണ്, അണ്ണ ഒരെണ്ണം വാങ്ങിച്ച അണ്ണ, അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഒന്ന് വാങ്ങ്, നമുക്ക് പകുതി എടുക്കാന്ന്. എന്ത് സ്തംഭിച്ച് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പൊ നോക്കിപ്പോണ്ടല്ല പറയുന്നൊരു വിളി, ഡൈ രവി, നീ നിന്റെ ഇവിളെയും വിളിച്ചോണ്ട് ഇവിടെ ഇരിക്കണെന്ന്. നോക്കിയപ്പോ ആര്? പാറവിള വീട്ടിലെ സാക്ഷാൽ ഉണ്ണിപ്പിള്ള. അവൻ വിളിച്ചു. അപ്പൊ എന്റെ ഈ അവസ്ഥ മാമന് കണ്ടു കേട്ടോ. എന്താടാ സിപ്പപ്പ് വേണോ? ഞാൻ അപ്പൊ മാമന്റെ അന്ന് പൈസ ഉണ്ട്. മാമൻ പണി കഴിഞ്ഞ് വരികയായിരുന്നു. എനിക്കും ചിന്നുവിനും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും മാമ ഓരോ സിപ്പപ്പ് വാങ്ങിച്ചു. ഓർമ്മയുണ്ടോ മാമ? ഓ, അന്ന് ചിന്നുവിന്റെ ആ മുഖമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സന്തോഷത്തോടു കൂടി അവളെ. ഇതൊക്കെ തന്നെ കഥ. എങ്ങനെയുണ്ട്? വളരെ ബോറായിട്ടുണ്ട്. ഒന്ന് നിർത്തിക്കൂടെ അച്ഛാ? എപ്പ നോക്കിയാലും ജാമ്പവ കാലത്തുള്ള പറച്ചില്. ഓ, ദാരിദ്ര്യത്തിന്റെ കഥ കേട്ട് മടുത്ത്. നമ്മൾ 4 പേരും അറിഞ്ഞാ പോരെ, ഇനി മറ്റുള്ളവരെയും കൂടി അറിയിക്കണോ? എന്തോ ഇത്ര പറയാനായിട്ട്? ഒരുമാതിരി ചീപ്പ് സെന്റിമെന്റ്സ്. ഓ, എന്തുവാടി പറഞ്ഞേ? കൊല്ലും ഞാൻ നിന്നെ. നീയൊക്കെ എന്നേലും പട്ടിണി എടുത്തിട്ടുണ്ടോ? ചീപ്പ് സെന്റിമെന്റ്സ് അല്ലേ അങ്ങേര് പറഞ്ഞതൊക്കെ? എടി, ആ ചീപ്പ് സെന്റിമെന്റ്സ് ഉണ്ടായ ശക്തിയില്ല നീ ഇന്നതൊക്കെ പറയാനുള്ള ആളായത്. എന്നേലും നീ പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? വിശപ്പ് പറഞ്ഞിട്ടുണ്ടോ നീ? 4 നേരം ഭക്ഷണം കഴിക്കാൻ നേരത്ത് അമ്മ വിശനം എന്ന് പറയുമ്പോ എല്ലാം മുന്നിലെത്തും. അതുകൊണ്ട് നിനക്കൊന്ന് വിശപ്പിന്റെ മഹത്വം അറിഞ്ഞൂടാ. അങ്ങേരത് പറയുമ്പോ നിനക്കൊക്കെ പുച്ഛം അല്ലടി. ഇന്ന് നീ ജീവിച്ചിരിക്കുന്നത് അങ്ങേരുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നീ ഉണ്ടാവത്തില്ല, ഞാനും ഉണ്ടാവത്തില്ല. ചേട്ടൻ ഓർമ്മയുണ്ടാ? ഇവിടെ ഞാൻ ഗർഭിണിയായിരുന്നു, പ്രസവിക്കുന്ന ദിവസം ഹർത്താലായിരുന്നു. അന്ന് കൊല്ലം ജില്ലയിൽ ഒരു വണ്ടി ഓടത്തില്ലായിരുന്നു. അച്ഛനും ചേട്ടനും ഒക്കെ കാറും എടുത്ത് എവിടെയോ പോയി. ഇങ്ങേര് മാത്രമുണ്ട്. അവസാനം എനിക്ക് പെയിൻ വന്ന് ബ്ലീഡിങ് തുടങ്ങിയപ്പോ എത്രയോ കിലോമീറ്റർ നടന്നു പോയി ഒരു വണ്ടി ഒപ്പിച്ചോണ്ട് വന്ന് സമയത്ത് എത്തിച്ചതുകൊണ്ട് ഇന്ന് ഞാനും ഉണ്ട് ഇവളുണ്ട് ഇതൊക്കെ പറയാനായിട്ട്. എടി, എത്ര ചെരുപ്പുണ്ട് നിനക്ക്? 50 ചെരുപ്പെങ്കിലും കാണും ഇല്ലേ? ഇനിയും ചെരുപ്പ് വാങ്ങിക്കുമ്പോ അങ്ങേര് വാങ്ങിച്ചേരും. പക്ഷെ അങ്ങേരെ ചെരുപ്പിലോട്ട് നീ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എത്ര കുത്തി തുന്നലാണുള്ളതെന്ന് ഇല്ലേ? നിനക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചോണ്ട് വരും തോന്നുമ്പോ ഓരോന്ന് പറയുമ്പോഴേ. അങ്ങേര് ഹോട്ടലിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കൂല, തലച്ചുറ്റി വീണാ പോലും. ആ പൈസ കൂടെ മക്കൾക്ക് വേണ്ടി ചെലവാക്കാന്നും പറഞ്ഞു. അപ്പൊ നിനക്കൊന്നും അതിന്റെ മഹത്വം മനസ്സിലാവില്ല. അങ്ങനെ ആ കണക്ക് പറയുമ്പോ നിനക്കൊക്കെ ചീപ്പ് സെന്റിമെന്റ്സ് അല്ലേ? നാണക്കേടല്ലേ? ചത്തോടെ.
മണി ജീവിച്ചിരിക്കുന്നു. മതി മതി മതി. പോട്ട് മണി. അവൾ അറിയാതെ പറഞ്ഞല്ലേ മണി, പോട്ട്. അല്ലേ മോളെ മുതിർന്നവർ പറയുമ്പോഴൊക്കെ അനുസരിക്കണം മക്കളാ. കേട്ടാ എടി മോളെ, നീ എൻ്റെ കാലേ ചവിട്ടിയതിനകത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നീ അപ്പം നിന്റെ തള്ളയുടെ അടുത്ത് പറഞ്ഞ വർത്തമാനം അതെനിക്ക് സഹിച്ചില്ല. എന്നിപ്പോഴ് ഇങ്ങേര് നിന്നെ വളർത്തി വലുതാക്കിയവനെ അങ്ങേരെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കഥ നിനക്ക് ചീപ്പ് സെന്റിമെന്റ് ആണോടേ? പോട്ടെ. നീ ഇത് ഒരു ദിവസം മനസ്സിലാക്കൂടി, നീ തള്ളയാകുന്ന ദിവസം. സോറി. എനിക്ക് ഒരു സോറി കേൾക്കണ്ട. ഇനി നീ തെറ്റ് ചെയ്താലും ഞാൻ നിന്നെ തല്ലും, ഇതുപോലെ തന്നെ. മണി പോട്ട് മോളെ, പോട്ട്. കുഴപ്പമില്ല മോളെ. അയ്യോ, മോളെ എഴുന്നേക്ക്. അയ്യോ. കുഴപ്പമില്ല റിങ്കി, അച്ഛനറിയാം മോക്ക് എല്ലാവരോടും സ്നേഹമാണെന്ന്. പിന്നെ അപ്പോഴത്തെന്തോ പറഞ്ഞു പോയി, ഇത്രയല്ലേ ഉള്ളൂ. പോട്ടെ 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 പോട്ടെ.